വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും കുറച്ച് പുതിയ വേർഡ്സ് പഠിക്കാൻ പോവാം കേട്ടോ. വേർഡ്സും അതിൻ്റെ സെൻറ്റൻസുകളും. ഓക്കെ, ശരി. ആദ്യത്തെ വേർഡ് കുത്. കുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം എന്നുള്ള അർത്ഥത്തില കേട്ടോ. കുത് ഇപ്പൊ നമ്മൾ പറയാണ്, എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്തിട്ട് പറയും യേ മേനെ കുത് കിയാത, യേ മേനെ കുത് കിയാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ സ്വയം ചെയ്തതാണ്, സ്വയം ചെയ്തതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് ഹോംവർക്ക് ഒക്കെ കൊടുക്കുമ്പോൾ പറയും നീ ഇത് സ്വയം ചെയ്യണം. അവയെ കുത് കർനാ ഹെ, കുത് സ്വയം, അവയെ കുത് കർനാ ഹെ. മനസ്സിലായോ? ശരി. അടുത്തതാണ് കൂബ്. കൂബ് എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ധാരാളം എന്നാണ്. ഓക്കെ, കൂബ് ധാരാളം. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ചൂട് കാലാവസ്ഥയിൽ ഒരുപാട് വെള്ളം കുടിക്കണം. ഗർമി കാ മൗസം മേ കൂബ് പാനി പീനാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കാലത്ത് ധാരാളം വെള്ളം കുടിക്കണം. ഗർമി കെ മൗസം മേ കൂബ് പാനി പീനാ ഹെ. കൂബ് കാവോ, ആവശ്യത്തിന് കഴിക്കും, ധാരാളം കഴിക്കും. കൂബ് കാവോ, അങ്ങനെയാണ് കേട്ടോ. കൂബ് ധാരാളം. ഇനി അടുത്ത വേർഡാണ് മസ്ത്. മസ്ത്, മസ്ത് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ, നല്ലത്, സൂപ്പർ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ട് പറയണം, ഓ യേ മസ്ത് ദിഖ് രഹാ ഹെ, യേ മസ്ത് ദിഖ് രഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ത് ദിഖ് രഹാ ഹെ അതിന്റെ ഫുൾ ഫോം കേട്ടോ. ഓക്കെ, മസ്ത് ദിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലതായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അടുത്ത വേർഡാണ് മെഹനത്ത്. മെഹനത്ത് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം, കഠിനാധ്വാനം. ഓക്കെ, ശരി. ഇപ്പൊ നമ്മൾ പറയാണ്, ഒരു ചൊല്ലുണ്ടല്ലോ, മെഹനത്ത് കാ ഫൽ മീഠാ ഹോത്താ ഹെ. എന്താ അതിന്റെ അർത്ഥം? മെഹനത്ത് കാ ഫൽ മീഠാ ഹോത്താ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനത്തിന്റെ ഫലം മധുരമുള്ളതായിരിക്കും. അതാണ് കേട്ടോ, മധുരമുള്ളതാണ്, അതാണ്. അതുപോലെ നമ്മൾ നല്ലപോലെ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിനെ കാണുമ്പോൾ ഓ മെഹനത്തി ഹെ, ഓ മെഹനത്തി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ല കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ള അർത്ഥത്തില് കേട്ടോ. ശരി. ഇനി അടുത്ത വേർഡാണ് മോക്ക. മോക്ക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചാൻസ് എന്നാണ്, അവസരം എന്നാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയും, എനിക്ക് മുമ്പ് നല്ലൊരു അവസരം വന്നിരുന്നു, മുജേക്ക് അച്ഛ മോക്ക മില്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു നല്ല അവസരം കിട്ടിയിരുന്നു. മുജേക്ക് അച്ഛ മോക്ക മില്ലാത്ത. അപ്പൊ മോക്ക എന്ന് ഉദ്ദേശിക്കുന്നത് ചാൻസ് എന്നാണ് അർത്ഥം, അവസരം എന്നാണ്. ഓക്കെ, ഇനി വരുന്നത് ബീഡ്. ബീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, തിരക്കാണ് ബീഡ്, റഷ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാണ്, എവിടെയാണ് ബീഡ്? ബാസാറിൽ അല്ലേ? ആജ് ബാസാർ മേ ബഹുത് ഭീഡ് ഹൈ, ആജ് ബാസാർ മേ ബഹുത് ഭീഡ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ നല്ല തിരക്കാണ്. ഓക്കെ, അടുത്തൊരു വാക്കാണ് ആജ്കൽ. ആജ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നൗ ഡേയ്സ് എന്ന് വെച്ചാൽ ഈയിടെയായി എന്നുള്ളൊരു അർത്ഥത്തിലാണ് കേട്ടോ. ആജ്കൽ, ആജ്കൽ മൗസം തീക് നെഹി ഹെ, ആജ്കൽ മൗസം തീക് നെഹി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെയായിട്ട്, മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, തീക് നെഹി ഹെ ശരിയല്ല എന്ന് പറയില്ല നമ്മള്, നല്ല കാലാവസ്ഥയല്ല, ഈയിടെയായിട്ട് നല്ല കാലാവസ്ഥയല്ല, അതാണ് അതിനർത്ഥം കേട്ടോ. ആജ്കൽ മൗസം തീക് നെഹി ഹെ. അതുപോലെ ഇപ്പൊ നമ്മൾ പറയും, നന്നായിട്ട് സംസാരിച്ചിരുന്ന വ്യക്തി, നമ്മുടെ കൂടെ നന്നായിട്ട് ബിഹേവ് ചെയ്തിരുന്ന ആൾക്കാർ ചിലപ്പോൾ ചെറിയൊരു അകൽച്ച കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയും, ഓ ആജ്കൽ മേരെ സെ ടീക് സെ ബാത് നഹീ കർ രഹെ, ആജ്കൽ മേരെ സെ ടീക് സെ ബാത് നഹീ കർ രഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മളെ അധികം സംസാരിക്കുന്നില്ല, ആ പഴയതുപോലെ സംസാരിക്കുന്നില്ല, അതാണ് അർത്ഥമാക്കുന്നത്. അടുത്തൊരു വാക്കാണ് ഗൂംന. ഗൂംന, ഗൂംന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുക എന്നാണ് അർത്ഥം കേട്ടോ. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഈ വെക്കേഷനിൽ ഞങ്ങള് ഗോവ കറങ്ങാൻ പോകും, എങ്ങനെയാ പറയാ? ഈ വെക്കേഷനില് ഇസ് വെക്കേഷൻ മേ ഹം ഗോവ ഗൂംനെ ജായേംഗെ. ഗൂംനെ കറങ്ങാനായിട്ട് കേട്ടോ, ഗോവ ഗൂംനെ ജായേംഗെ. ഇസ് വെക്കേഷൻ മേ ഹം ഗോവ ഗൂംനെ ജായേംഗെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയും മുജെ ഗൂംന പസന്ത്. ഗൂംന എന്ന് പറഞ്ഞാൽ നമുക്കിത് കറങ്ങാനായിട്ട് ഇഷ്ടമാണ്, അതാണ് അർത്ഥം കേട്ടോ. മുജെ ഗൂംന പസന്ത്. ഓക്കെ, ശരി. അടുത്തൊരു വേർഡാണ് പസീന. പസീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർപ്പ് കേട്ടോ, വിയർപ്പ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, നന്നായിട്ട് വിയർക്കുമ്പോൾ വിയർക്കണമെന്ന് പറയില്ല, അതിങ്ങനെ പസീന, പസീന നിക്കൽ രഹാ ഹെ, പസീന നിക്കൽ രഹാ ഹെ എന്ന് പറയുന്നത്
നമ്മൾ നന്നായിട്ട് വിയർക്കുന്നു എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ എന്താ പറയാ, നന്നായിട്ട് വിയർക്കുന്നത് വരെ വ്യായാമം ചെയ്യണം അല്ലേ, നമ്മൾ എക്സസൈസ് ചെയ്യണം നന്നായിട്ട് വിയർക്കുന്നത് വരെ. അപ്പോൾ പസീന ആനെ തക്ക് വ്യായാം കർണ ചാഹിയേ, നിർബന്ധമാണ് കേട്ടോ. പസീന ആനെ തക്ക് വ്യായാം കർണ ചാഹിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർക്കുന്നത് വരെ എക്സസൈസ് ചെയ്യണം, മനസ്സിലായോ? അതാണ് പസീന എന്ന് പറഞ്ഞാൽ വിയർപ്പ്. ഓക്കെ, അടുത്തൊരു വാക്കാണ് ബച്ചാവ്. ബച്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഇപ്പൊ നമ്മൾ പറയില്ലേ ഹെൽപ്പ് മീ, നമുക്കിപ്പോ ഹിന്ദിക്കാരുടെ ഇടയിൽ പെട്ടുകിടക്കുന്നവർക്ക് അറിയാം അല്ലെ, നമുക്ക് ഹെൽപ്പ് മീ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ പറയേണ്ട ഒരു വേർഡാണ് അത്. എങ്ങനെയാ പറയാ, മുജെ ബച്ചാവോ, എന്നെ രക്ഷിക്കൂ, മുജെ ബച്ചാവോ കേട്ടോ. ഇപ്പൊ ഞാൻ പറയാണ് മേനെ കുത്തേക്കോ ബച്ചായ അല്ലെങ്കിൽ ബച്ചായ ഥാ, ഞാനൊരു കുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ, ഞാനൊരു ഡോഗിനെ രക്ഷിച്ചിരുന്നു. മേനെ ഏ കുത്തേക്കോ ബച്ചായ ഥാ, മനസ്സിലായോ? ശരി, അപ്പൊ ബച്ചാവോ എന്ന് പറഞ്ഞ ബച്ചാവ് രക്ഷിക്കുക. ഓക്കെ, ശരി. അടുത്തൊരു വാക്കാണ് ആസാദി. ആസാദി എല്ലാവർക്കും അറിയാം അല്ലെ, ഫ്രീഡം. ഇപ്പൊ നമ്മുടെ 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അല്ലെ. 1947 ഭാരത് കോ ആസാദി മിലി. ഓക്കെ, അപ്പൊ ആസാദി എന്ന് പറഞ്ഞ എന്താണ്, ഫ്രീഡം. ഓക്കെ, ശരി. ഇനി നമ്മൾ ചെറിയ 2-3 വേർഡ്സ്. കുച്ച്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എനിത്തിങ്, എന്തും എന്നാണ് കേട്ടോ. കുച്ച്ബി എന്ന് പറഞ്ഞാൽ എന്തും. ഇപ്പൊ നമ്മൾ പറയണ അവനോട് നമുക്ക് എന്തും പറയാം, ഉസ്കോ കുച്ച്ബി ബോൾ സക്താ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ കാര്യമായിട്ട് എടുക്കത്തില്ല, അവനോട് നമുക്ക് എന്തും പറയാം. ഉസ്കോ കുച്ച്ബി ബോൾ സക്താ ഹൈ എന്ന് പറഞ്ഞാൽ, അപ്പൊ കുച്ച്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എന്തും എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ കബി നെഹി എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നുള്ള അർത്ഥത്തിലാണ്. കബി നെഹി, ഒരിക്കലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. वो ऐसे कभी नहीं करेगा, वो ऐसा कभी नहीं करेगा എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, മനസ്സിലായോ? അടുത്തതാണ് കുച്ച് നെഹി. കുച്ച് നെഹി എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല. ക്യാ ഹുവാ, കുച്ച് നെഹി അല്ലെ, ഒന്നുമില്ല. അല്ലെങ്കിൽ ഓ കുച്ച് നെഹി ബോല, അവൻ ഒന്നും പറഞ്ഞില്ല. ഉസ്നെ കുച്ച് നെഹി ബോല, അവൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ അറിയാത്തവരിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെന്താ, വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. ഒരു കാര്യം കൂടെ, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡെയിലി ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റിൽ ഇട്ടേക്കണം കേട്ടോ. എനിക്ക് ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, ആരൊക്കെ വിട്ടുപോയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.